എല്ലാവർക്കും യുകെൻ എഡ്യു സോണിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 13ാമത്തെ ക്ലാസ്സാണിത്. മുൻപുള്ള ക്ലാസ്സുകളൊക്കെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 34 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബേസ് സ്റ്റഡീസിൻ്റെയും ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണാവുന്നതാണ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമേ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് രണ്ട് മെത്തേഡിനകത്തുള്ള അക്കൗണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിനകത്തും അതോടൊപ്പം തന്നെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിനകത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 പരീക്ഷയ്ക്ക് മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ചോദ്യം നിങ്ങൾ പേപ്പറിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻസി നോട്ടിനകത്തോ ചോദ്യം എന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറയുമ്പം അത് നിങ്ങളൊന്നുകിൽ അവിടെ തന്നെ ലൈൻ വരച്ചിട്ട് പെൻസിലുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ എഴുതാൻ റെഡിയല്ലേ? ഓക്കെ. അനിൽ ആൻഡ് സുനിൽ commenced business as partners on 1st April 2008. Okay. Anil contributed 1,25,000 and Sunil contributed 75,000 as their share of capital. Question continue ചെയ്യുന്നു. The partners desired to share profits and loss in the ratio of 2:1. Desire to share profit and loss in the ratio 2:1. Anil entitled to a salary of 1,500 per month. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, per month. ഓക്കെ. Interest on capital was to be provided. 6% per annum. Then drawings of അനിലിൻ്റെ ഡ്രോയിങ്സ് 12,000 രൂപയും സുനിലിൻ്റെ ഡ്രോയിങ്സ് 24,000 രൂപയുമാണ്. ഓക്കെ. Drawings of Anil and Sunil for the year ending 31st March 2009 were 12,000 and 24,000 respectively. ഇതെങ്കിലും ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാലും മതി. ഓക്കെ. Then profits of the firm after adjustment 36,000. Draw up the capital account of the partners when A എന്ന് പറഞ്ഞിട്ട് എഴുതുക ക്യാപിറ്റൽ ആർ ഫ്ലക്ച്വേറ്റിംഗ്, ദെൻ B ക്യാപിറ്റൽ ആർ ഫിക്സഡ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ചോദ്യം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് ഉള്ളത്? ഓക്കെ, അനിലും സുനിലും. ഇനി ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് വരക്കേണ്ടതെങ്കിൽ ഒരു അക്കൗണ്ട് മാത്രമേ വരക്കുള്ളൂ. ഏത് അക്കൗണ്ടാണത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ വരക്കുള്ളൂ. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും ഇതാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതും. അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ രീതിയിലുള്ള ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,25,000 രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ. ബീൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 75,000 രൂപയാണ് ബി കൊണ്ടുവരുന്നത് അല്ലേ. അപ്പം എങ്ങനെ നമുക്കിതിനെ എഴുതാം? നിങ്ങൾ വരക്കുമ്പം എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് വരക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ.
പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാം, സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരക്കാം. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് രണ്ടും എമൗണ്ട് കോളം കട്ട് ചെയ്തിട്ട് അനിൽ സുനിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ വരക്കാൻ നോക്കണ്ട, നിങ്ങളത് ചെയ്തിട്ട് പരിശീലിച്ച് മാത്രം നിങ്ങൾ ആ രീതിയിൽ വരക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇപ്പോഴെന്ത് ചെയ്യുക, അനിലിൻ്റെ അക്കൗണ്ട് വരക്കുക, അതുപോലെ തന്നെ സുനിലിൻ്റെ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. ഓക്കെ, അത് വരച്ചു വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് തുടർന്ന് കാണുക. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്ന, ഈ ക്ലാസ്സിന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇവിടെ എത്രയാണ്, 1,25,000 ആണ് ഉള്ളത് അല്ലേ? 1,25,000 ആണ് അനിലിൻ്റെ ക്യാപിറ്റൽ ഉള്ളത്. 1,25,000 ആണ്. അല്ലെങ്കിൽ അനിലിൻ്റെ അവർ കമൻസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുവരുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് അല്ല, ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഓക്കെ, നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, അനിലിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഒറ്റ അക്കൗണ്ട് മാത്രമേ വരക്കുള്ളൂ. അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1,25,000 രൂപ എഴുതും. ക്ലിയർ? ഇനി സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിനകത്ത് 75,000 രൂപ എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, ഈ രണ്ട് എമൗണ്ട് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള സാലറിയാണ്. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ ആർക്ക് മാത്രമേ സാലറി ഉള്ളൂ? അനിലിന് മാത്രമേ സാലറി ഉള്ളൂ. സുനിലിന് സാലറി ഉണ്ടോ? ഇല്ല. അപ്പോൾ സുനിലിന് നമ്മൾ സാലറി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അനിലിന് മാത്രം സാലറി കൊടുത്താൽ മതി. അനിലിൻ്റെ സാലറിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1,500 പെർ മന്താണ്, മാസമാണ് 1,500 രൂപ എന്നുള്ളത്. നമ്മളെന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആനുവലായിട്ട് ഇയർലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1,500 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോഴും ആ രീതിയിൽ ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ മറന്നുപോയാൽ നിങ്ങളുടെ ആൻസർ മുഴുവൻ നിങ്ങൾക്ക് തെറ്റും. ഓക്കെ, അപ്പോൾ 1,500 × 12 ഉള്ള ആ വാല്യൂ, അതായത് എത്രയാണ്, 18,000 രൂപയാണ് അനിലിൻ്റെ സാലറി എന്നുള്ളത്. സാലറി വരുന്നത് എവിടെയായിരിക്കും? സാലറി വരുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത്, അതായത് അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് 18,000 രൂപ വരും. ഓക്കെ, ആ രണ്ടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉള്ളത് 6%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബേസിലാണ്. ക്യാപിറ്റൽ അക്കൗണ്ടോട് പറഞ്ഞിട്ടുണ്ട്. അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 1,25,000 രൂപയാണ്. 1,25,000 × 6 ഡിവൈഡഡ് ബൈ 100, അതായിരിക്കും ആ വാല്യൂ ആയിരിക്കും എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് അനിലിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്തിട്ട് എത്രയാണ് എമൗണ്ട് നിങ്ങൾ നോക്കുക. ഇനി അതേപോലെ സുനിലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 75,000 × 6 ഡിവൈഡഡ് ബൈ 100, അതായിരിക്കും സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ വാല്യൂ വരുന്നത്, ആ വാല്യൂ ആയിരിക്കും. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് പറഞ്ഞതിന് മുൻപ് ഇവിടെ ഒരു ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡ്രോയിങ്സ് എന്താണ്, 12,000 രൂപയും 24,000 രൂപയും ഡ്രോയിങ്സ് ഉണ്ട്. ആ ഡ്രോയിങ്സ് എവിടേക്കും വരുന്നത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ശ്രദ്ധിക്കുക, ഡെബിറ്റ് സൈഡിലാണ്. ക്ലിയർ? മാറിപ്പോകരുത്, ഡെബിറ്റ് സൈഡിലാണ് വരിക. ഡ്രോയിങ്സ് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ് വരിക. ഡ്രോയിങ്സ് അനിലിൻ്റെ അക്കൗണ്ടിനകത്ത് 12,000 രൂപയും സുനിലിൻ്റെ അക്കൗണ്ടിനകത്ത് 24,000 രൂപയും ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രോയിങ്സ് മാത്രം എഴുതി വെക്കുക. ഇനി ഇവിടെ പ്രോഫിറ്റിൻ്റെ വാല്യൂ ഉണ്ട്. എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്? 36,000 രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത്. ഈ പ്രോഫിറ്റിൻ്റെ ഇനി നിങ്ങൾ നോക്കുക, ചോദ്യം വായിച്ച് നോക്കുക. റേഷ്യോ ഇതുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2:1 ആണ് റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴെന്തായിരിക്കും ഇവിടെ അനിലിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 36,000 × 2 ഡിവൈഡഡ് ബൈ 3, 2 ഡിവൈഡഡ് ബൈ 3, അതായിരിക്കും അനിലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളത്. അതെങ്ങനെയാണ് എഴുതുക? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ ഓർമ്മയില്ലേ? ആ രീതിയിൽ നമ്മൾക്ക് എവിടെ എഴുതുക? ക്രെഡിറ്റ് സൈഡിനകത്ത്, അനിലിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് എത്ര വരും? 36,000 × 2/3, അതായത് 24,000 രൂപ അനിലിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് വരും. അതുപോലെ സുനിലിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് ഇങ്ങനെ വരും, 36,000 × 1/3, അതായത് എത്ര എമൗണ്ട് വരും? 12,000 രൂപ സുനിലിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് വരും. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? സാധാരണ അക്കൗണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ടിൻ്റെയും ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ
ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിക്സഡ് മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഫിക്സഡ് മെത്തേഡ് ആണെങ്കിൽ ഒന്നുമില്ല, ഈ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് വാല്യൂ വരുന്നില്ലേ, എത്രയാണ്? 1,25,000 രൂപയും അതുപോലെ തന്നെ 75,000 രൂപയും എവിടെ വരും? ശ്രദ്ധിക്കുക നിങ്ങൾ. പാർട്ട്നേഴ്സിൻ്റെ ഫിക്സഡ് ആണെങ്കിൽ 2 അക്കൗണ്ട് വരക്കും. എന്തൊക്കെയാണ് വരക്കുക? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും വരക്കും, കറണ്ട് അക്കൗണ്ടും വരക്കും. ക്ലിയർ? ക്യാപിറ്റൽ അക്കൗണ്ടും വരക്കും, കറണ്ട് അക്കൗണ്ടും വരക്കും. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് ഇവിടെ എന്തില്ല? അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ ഇവിടെ? കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അതാണ് എത്ര? 1,25,000 അതുപോലെ തന്നെ എന്താണ് 75,000 എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ട് വരച്ച് വെക്കുക. ഒറ്റ റൈറ്റേ ആകുകയുള്ളൂ. എന്താണ്? ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ട് വരച്ച് വെക്കുക. അതിൻ്റെ അനിലിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1,25,000 മാത്രം വരും. എന്നിട്ട് അതെന്ത് ചെയ്യുക? ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കുക. ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് അതങ്ങ് ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലിയർ? ഇനി അടുത്ത എന്താണ്? സുനിലിൻ്റെ അക്കൗണ്ട് വരക്കുക. സുനിലിൻ്റെ അക്കൗണ്ടിനകത്ത് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിനകത്ത്. ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സൈഡിനകത്ത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 75,000 രൂപ വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ അക്കൗണ്ട് അവിടെ നിങ്ങൾ ബാലൻസ് ചെയ്ത് വെക്കുക. ആ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 2 അക്കൗണ്ട് ബാലൻസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 അക്കൗണ്ടുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ സംശയങ്ങൾ ക്ലിയർ ആയിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ടുള്ള കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് നമ്മൾ വരക്കുന്നത് എങ്ങനെയാണ്? ഫിക്സഡ് മെത്തേഡിൽ നമ്മൾ എന്ത് വരക്കുന്നത്? 2 അക്കൗണ്ട് വരക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വരക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ബാക്കിയുള്ള ഐറ്റം ഒക്കെ ഇവിടെ വരും, കറണ്ട് അക്കൗണ്ടിനകത്ത് വരും. ബാക്കിയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും ബാക്കിയുള്ള ഐറ്റം ഇവിടെ ഉദ്ദേശിക്കേണ്ടത്? ഒന്ന് സാലറി എന്നുള്ളത് എവിടെ വരും? അനിലിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് സാലറി എന്ന് പറഞ്ഞ് 18,000 രൂപ വരും. ഇനി അനിലിൻ്റെ അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 6%, ഇതിൻ്റെ മുകളിൽ 1,25,000 എന്താണ് 6% എന്നുള്ള വാല്യൂ ഇവിടെ വരും, ക്രെഡിറ്റ് സൈഡിനകത്ത് വരും. നെക്സ്റ്റ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രോഫിറ്റിൻ്റെ വാല്യൂ 36,000 2/3 എന്നുള്ള 24,000 രൂപ വരും. ഇത്ര ഐറ്റം മാത്രം അനിലിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിനകത്ത് വരും. ഡെബിറ്റ് സൈഡിനകത്ത് എന്ത് വരും? ഈ ഡ്രോയിങ്സിൻ്റെ വാല്യൂ ഡെബിറ്റ് സൈഡിനകത്ത് വരും. ഓക്കെ, നെക്സ്റ്റ് സുനിലിൻ്റെ അക്കൗണ്ട് വരക്കുകയാണെങ്കിൽ സുനിലിൻ്റെ സാലറി ഇല്ല, അപ്പോൾ നമ്മൾ സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ എത്രയാണ്? 6% ഏതിൻ്റെ മുകളിലാണ്? 75,000 മുകളിലാണ്. 75,000 മുകളിൽ എന്ത് ചെയ്യുക? 6% കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന വാല്യൂ നമ്മൾക്ക് എന്ത് ചെയ്യുക? സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടെഴുതുക. നെക്സ്റ്റ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളത് ഇവിടെ 36,000 രൂപയാണ് എന്തുള്ളത്? പ്രോഫിറ്റ് ഉള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റ് ശേഷമുള്ള പ്രോഫിറ്റാണ് 36,000 രൂപ എന്നുള്ളത്. ആ 36,000 രൂപയുടെ പ്രോഫിറ്റിനെ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? 2:1 എന്ന റേഷ്യോ ഇവിടെ ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ അപ്പോൾ 12,000 രൂപ എന്ത് കിട്ടും? 12,000 rupees പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ? 12,000 rupees ആണ് പ്രോഫിറ്റ് എന്ത് കിട്ടുന്നത്? സുനിലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? സുനിലിൻ്റെയും എന്തുണ്ട്? ഡ്രോയിങ്സ് എത്രയാണുള്ളത്? 24,000 രൂപ ഡ്രോയിങ്സ് ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. ക്ലിയർ? അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തെറ്റിയെന്നും വിചാരിക്കൊന്നും വേണ്ട. കറണ്ട് അക്കൗണ്ടിൻ്റെ എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുമ്പം ആ ബാലൻസ് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എങ്കിൽ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിലൊരു ബാലൻസ് വരും. ഓക്കെ, എപ്പോഴും ഡെബിറ്റ് ബാലൻസ് തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് സൈഡിനകത്തൊരു ബാലൻസ് വരും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒന്നുകിൽ ഡെബിറ്റ് ബാലൻസ് വരും, അല്ലെങ്കിൽ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് വരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. 1-2 പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം ചെയ്തതിനിടയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആൻസർ നിങ്ങൾ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. കൂടുതൽ കോമേഴ്സ് ക്ലാസ്സുകൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അപ്പോൾ തന്നെ, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.